നമസ്കാരം. ഇന്നലെ പിണറായി വിജയന്റെ വസതിക്ക് മുമ്പിൽ തടിച്ചുകൂടിയ CPM പ്രവർത്തകരെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഇവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇവരെന്തൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്? ഇടിയുടെ കാല് വെട്ടുമെന്നൊക്കെ പറഞ്ഞ് കണ്ണൂരിൽ അവർ ഇറങ്ങി വാടാ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വന്നിട്ട് കാലൊന്നും വെട്ടിയില്ല കേട്ടോ, ഒന്ന് കൂവിയതേ ഉള്ളൂ. പക്ഷെ തിരുവനന്തപുരത്ത് വളരെ ആസൂത്രിതമായി അവർ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. തീർച്ചയായും ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. കാരണം CPM പ്രതീക്ഷിക്കുന്നത് കുറച്ച് രക്തസാക്ഷികളെയാണ്. ഇപ്പോൾ അവർക്ക് രക്തസാക്ഷി കൂടി ഉണ്ടെങ്കിൽ ആവേശം ഇരട്ടിപ്പിക്കാൻ കഴിയും. അത് തലനാരഴിക്ക് വഴിമാറിപ്പോയി. പക്ഷെ അവിടെ കൂടിയവരിൽ ഒരുപാട് പേർ കുഞ്ഞു പിള്ളേരായിരുന്നു, കുട്ടികളായിരുന്നു, SFIക്കാരായിരുന്നു. അതായത് SFI പ്രവർത്തകർ പിണറായിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി അവിടെ എത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇന്നലെ SFIയുടെ ഏരിയ സെക്രട്ടറിയും പ്രസിഡന്റും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരൊറ്റ ചോദ്യം, SFIക്കാർ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? SFI എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുകൂടി വിദ്യാർത്ഥികളെ കാമ്പസിൽ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രസ്ഥാനമാണ്. അവർ ഇടപെടേണ്ടതും സമരം നടത്തേണ്ടതും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിലാണ്. അവർ ഒരിക്കലും CPMന്റെ സമുന്നതനായ നേതാവിന്റെ മകൾ മോഷണം നടത്തിയ കേസിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് ചെയ്യേണ്ടത് പാർട്ടിക്കാരാണ്, CPM പ്രവർത്തകരാണ്. SFIക്കാർ എന്തിനാണ് ചെയ്യുന്നത്? എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ്. ഇതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. SFIക്കാർ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് ആവേശത്തോടെ രംഗത്തുള്ളത്. അതിലെ കള്ളന്മാർ നേതാക്കളാവും, അവർക്ക് പദവി കിട്ടും, ഭാവിയിൽ MLAമാരാവും. സാധാരണ പ്രവർത്തകർ അവർ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നു, SFI പറയുന്നത് പോലെ സമത്വത്തിൽ വിശ്വസിക്കുന്നു. അവർക്ക് ബുദ്ധി കുറവാണ്. ആ ബുദ്ധി കുറവുള്ളവരെ മുമ്പിൽ ഇറക്കിയാൽ മാത്രമേ രക്തസാക്ഷികളെ കിട്ടൂ. അവർ ജയിലിൽ പൊക്കോളും, അവർ അനുഭവിച്ചോളും. ബുദ്ധിയുള്ളവർ നേതാക്കളായി രക്ഷപ്പെട്ടോളും. അതുകൊണ്ടാണ് ഇത്തരം ഏത് കലാപം ഉണ്ടായാലും നേതാക്കന്മാർ സേഫാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ SFIക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി റഹീം എത്തി. റഹീമിനെ തല്ലുന്നത് നമ്മൾ കണ്ടില്ല. റഹീം ജയിലിൽ പോയില്ല, റഹീം പ്രതിയായില്ല. പാവപ്പെട്ട SFIക്കാർ പ്രതികളായി. അത് തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. ഇന്നലെ പൊടുതിനെ ആക്രമണം അഴിച്ചുവിടുന്നു. ഈ ആക്രമണം നടത്തിയവരൊക്കെ പോലീസ് തപ്പി നടക്കുകയാണ്. അവരെല്ലാം പൊക്കിയെടുത്ത് ജയിലിലടയ്ക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇതിൽ ഭൂരിപക്ഷം വരെ SFIക്കാരാവും. പിടിയിലാകുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എത്രമാത്രം വെപ്രാളമുണ്ട് എന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഒരു SFIക്കാരനെ പൊക്കുന്നു. ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ്, ഞാൻ SFIക്കാരനെ അല്ല, എന്നെ എന്തിനാണ് പിടിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഉറക്കെ ചോദിക്കുക. എല്ലാവർക്കും അറിയാം അദ്ദേഹം SFIക്കാരനാണെന്ന്. കാരണം നേതാവായതുകൊണ്ട് അദ്ദേഹം ഓർത്ത് എന്നെ പിടിക്കില്ല എന്ന്. പക്ഷെ എന്തോ കാരണത്തിൽ അദ്ദേഹത്തെ പിടിച്ചുപോയി. ഇങ്ങനെ നേതാക്കന്മാർക്ക് വേണ്ടി ചുടുചോറ് വാങ്ങുന്ന കുട്ടിക്കുരങ്ങന്മാരാവുന്ന ഈ പിള്ളേർ മറന്നുപോകുന്നൊരു കാര്യം, അവരെ പഠിപ്പിച്ച് വളർത്തി ജോലി നേടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. ഒരു കുട്ടിയുടെ 2 കൈയും തല്ലി ഓടിക്കുന്നു. അവൻ്റെ അപ്പനും അമ്മയും എന്ത് വിചാരിക്കുന്നു ഓർക്കൂ. അല്ലെങ്കിൽ ഇവിടെ ഇവരെല്ലാം പ്രതികളാവുന്നു. നാളെ ഇവരൊക്കെ ജയിലിൽ പോയാൽ പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ ജാമ്യം കിട്ടാതെ വരാം. നാളെ ഇവരിൽ ചിലരുടെ മേൽ UAP ചുമത്തി സ്ഥിരകാലം ജയിലിൽ അടച്ചെന്ന് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാവും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ആരാണ് SFIക്കാർ? പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരാണ്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലും പഠിക്കുന്നവരാണ്. എന്നാൽ ഈ നേതാക്കളുടെ ആരുടെയും മക്കൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നില്ല, SFI പ്രവർത്തനം നടത്തുന്നില്ല. നോക്കൂ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു ചാനൽ ക്യാമറക്കാരൻ ചെയ്ത് മോൻ എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കൊച്ചുമോൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മോൻ മുഖ്യമന്ത്രി വീട്ടിൽ താമസിക്കുന്ന ആൾ, കൊച്ചുമോൻ പറഞ്ഞ CBSE സ്കൂളിലാണെന്നാണ്. അതായത് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു, മഹാസംഭവമാണെന്ന് പറയുന്നു. അവിടെ SFIക്കാരെ വളർത്തുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമോൻ പോകുന്ന CBSE സ്കൂളിലാണ്. അത് തുറന്നു പറഞ്ഞതാണ്. മന്ത്രി P രാജീവ് സാർവത്രിക വിദ്യാഭ്യാസമേ പാടില്ല എന്ന് പറയുന്നു. എവിടെയാണ് മകളെ പഠിപ്പിക്കുന്നത്? ലക്ഷങ്ങൾ ഫീസ് കൊടുക്കേണ്ട രാജഗിരി സ്കൂളിൽ. ഇത്തരത്തിലാണ് സകല നേതാക്കളുടെയും അവസ്ഥ. ഇവരൊക്കെ പഠിക്കുന്നത് സ്വകാര്യ സ്കൂളുകളിലോ സ്വാശ്രയ സ്കൂളുകളിലോ. മുഖ്യമന്ത്രിയുടെ മകളും മകനും എവിടെയാണ് പഠിച്ചതെന്നറിയാം. BJP നേതാവ് പത്മ S മേനോൻ ഇന്നലെ ഇട്ടൊരു കുറിപ്പ് യാദൃച്ഛികമായി പോപ്പപ്പ് ചെയ്തു വന്നു. നേതാക്കളുടെ മക്കൾ വിദേശത്ത് പഠിച്ച് ബിസിനസ് ചെയ്ത് അഴിമതി നടത്തി മുന്നോട്ടെ, അവർക്കായി പാവപ്പെട്ടവൻ മക്കൾ തെരുവിൽ പഠനം മുടക്കി അക്രമസമരം നടത്തി ജീവിതം കളഞ്ഞു. ഇത്ര എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമല്ല, എങ്കിലും ആ ലിസ്റ്റ് വളരെ കൗതുകമുണർത്തുന്നതാണ്. പിണറായി വിജയൻ മകൻ വിവേക് കിരൺ വിജയൻ പഠിച്ചത് മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA or മാനേജ്മെന്റ് ഡിഗ്രി അറ്റ് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി UK. രാഷ്ട്രീയത്തിൽ സജീവമല്ല. മകൾ വീണ വിജയൻ ഇൻഫർമേഷൻ ടെക്നോളജി ഡിഗ്രി അറ്റ് അമൃത വിശ്വവിദ്യാപീഠം ഭാരതീയ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ. രാഷ്ട്രീയത്തിലില്ല. ഡോക്ടർ TM ഐസക്, മകളുടെ പേര് സാറ ഐസക്, BA in സൈക്കോളജി ആൻഡ് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി ഓഫ് മിസിസിപ്പി, മാസ്റ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ പാരലൽ സ്റ്റഡീസ് ടെക്സാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, PhD ഇൻ സോഷ്യോളജി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ബിനോയ് വിശ്വം, സൂര്യ വിശ്വൻ, ലോ ഡിഗ്രി ഫ്രം കൊളംബിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക്. MA ബേബി അശോക് ബെറ്റി നെൽസൺ, സ്കൂളിംഗ് അറ്റ് കേന്ദ്രീയ വിദ്യാലയ ഡൽഹി, ഡിപ്ലോമ ഇൻ ഓഡി എഞ്ചിനീയറിംഗ് SAE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെന്നൈ. EP ജയരാജൻ, മകൻ PK ജെയ്സൺ, എഡ്യൂക്കേഷൻ അസോസിയേഷൻ വിത്ത് റൈസ് യൂണിവേഴ്സിറ്റി ടെക്സാസ് USN IIT മദ്രാസ് ചെന്നൈ. ഡോക്ടർ R ബിന്ദു, A വിജയരാഘവൻ, മകൻ V ഹരികൃഷ്ണൻ,
ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി, ഇതിൽ JNU പൊതു യൂണിവേഴ്സിറ്റിയാണ് വിട്ടുകളയാം. ഇത് കുറച്ച് മക്കളുടെ കാര്യം മാത്രമാണ്. ഒട്ടുമിക്ക നേതാക്കളുടെ മക്കൾ പഠിക്കുന്നത് വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലെ സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ. ഇവരാണ് പാവപ്പെട്ട കുട്ടികളെ ഇറക്കിവിട്ട് അവരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത്. ഇവരാണ് പിണറായി വിജയന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി തല്ലുകൊള്ളുന്നതും ജയിലിൽ പോകുന്നതും. വളരെ ഖേദകരമാണ് ഇവരുടെ അവസ്ഥ. നോക്കൂ, ഇപ്പോൾ ഇവർ സമരം ചെയ്യുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ മകൾ സ്വാശ്രയ കോളേജിൽ പഠിച്ച് കളങ്കിതരായ മുതലാളിമാരിന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കടലാസ് കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി ജീവിച്ചതിന്റെ പേരിൽ കള്ളപ്പണ കേസെടുത്തപ്പോൾ, അല്ലാതെ പിണറായി വിജയന്റെ കേസെടുത്തിട്ടല്ല ഈ SFIക്കാർ തല്ലുകൊള്ളുന്നതും ജയിലിൽ പോകുന്നതും. ഇവരുടെ തലയിൽ എന്ന് കയറും ഈ വിഡ്ഢിത്തം കാണിക്കരുതെന്ന്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ചോദിക്കുന്നത്. ഇന്നലെ പതിവ് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ ഇറക്കുന്നു. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. ആ വീഡിയോയിൽ കുട്ടി സഖാക്കളോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി സഖാക്കൾക്ക് ഇത് കേൾക്കാൻ ബുദ്ധിയില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെങ്കിലും മക്കളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുക. രാഹുലിന്റെ വീഡിയോ കാണാം. ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPMന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കിവിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങൾ സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPMന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെക്കുറിച്ച് ഓർത്ത്. പക്ഷേ വിജയൻ അപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കുമെന്നുള്ള ബോധം ഇങ്ങനെ കട്ടയേറിഞ്ഞ ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഒരു ടാക്സി കാർ. ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി, എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ആരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുമ്പോഴും വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തു പോന്നിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ? വിജയനോട് ഞാൻ പേഴ്സണൽ കണക്ക് പറയാം. എനിക്കെതിരെ നിങ്ങളുടെ മെയിലിൽ ഒരു പരാതി വരുന്നു, ഊരും പേരും വാലും തലയും ഒന്നുമില്ലാത്തൊരു പരാതി. ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെ പിന്നീട് കോടതിക്ക് പോലും എനിക്ക് ജാമ്യം തരുമ്പോൾ നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോയിട്ട് ഞാൻ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായ സഹകരണമല്ലേ നടത്തിയത്? ഈ നാട്ടിൽ എത്രയോ മനുഷ്യന്മാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അപ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കോരന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. ഈ രാജ്യത്തെ
എല്ലാ മനുഷ്യന്മാർക്കും ഒരേ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അത് കോരന്റെ മകന് കോരന്റെ ന്യായ സംഹിതയൊന്നും വേറെയില്ല. അപ്പം അതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ കരുതി കൂട്ടി വെച്ചിരുന്ന കണക്കുണ്ട്. അത് നിങ്ങൾ ആദ്യമായി മഴുവെച്ച് കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് പിന്നീട് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരിൻ്റെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ കടമൊന്നും വീട്ടാതെ നിങ്ങൾക്ക് ഈ ജീവിതം അവസാനിച്ചു പോകില്ല എന്നുള്ള നല്ല ബോധ്യം വേണം.